Hi, hello everyone. This is me Fida. Welcome to Learn Wise. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 2 ബ്ലോക്ക് 1 യൂണിറ്റ് 2 ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ മോഡേൺ പീരിയഡ് എന്ന് പറഞ്ഞതിന്റെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് കുറച്ച് വലിയ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഹാഫ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു യൂണിറ്റിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു യൂണിറ്റില് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ടോപ്പിക്സ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ദെൻ 19th സെഞ്ചുറിയിൽ വരുന്ന 19th സെഞ്ചുറിയുടെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ്, ദ ലാംഗ്വേജ് സിറ്റുവേഷൻ, പ്രോസ് ആൻഡ് ജേർണലിസം, ലിറ്ററേച്ചർ ടിൽ 1857, ദ ബർത്ത് ഓഫ് ദ നോവൽ. ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ദെൻ ഈ ഒരു യൂണിറ്റിന്റെ ബാക്കിയായിട്ട് തന്നെ നമ്മൾ 20th സെഞ്ചുറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. So introduction, surveying 19th century literature and then move on to the 20th century pre-independence literature. ഈ ഒരു whole unit 19th century literature എന്താണെന്നും 20th century literature എന്താണെന്നുമാണ് പറയുന്നത്. Studying various movements as well, like ആ ഒരു സമയത്ത് സംഭവിച്ച various movements നമ്മൾ പഠിക്കുന്നുണ്ട്. So 19th centuryയുടെ introduction ആണ്. Indian literature reflects the cross-cultural exchange and philosophical movements that have influenced various language. Indian literature എന്ന് പറയുന്നത് ഒരുപാട് ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചസും അതുപോലെ ഫിലോസഫിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാട് ലാംഗ്വേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത രീതിയിലുള്ള റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചസും ഫിലോസഫിക്കൽ മൂവ്മെന്റ്സും ദാറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് വാരിയസ് ലാംഗ്വേജസ്. Then different Indian literature engage in dialogue with each other, sharing common historic moments and influences. ഒരുപാട് ഇന്ത്യൻ ലിറ്ററേച്ചർ ലൈക്ക് വിത്ത് ഈച്ച് അതർ, ഒരുപാട് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ലൈക്ക് ഡയലോഗ്സ് എമംഗ് ദം ഡയലോഗ്സ് വിത്ത് ഈച്ച് അതർ ആയിട്ട് എൻഗേജ് ആവുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സും അവരുടേതായ ഇൻഫ്ലുവൻസസും ഉള്ള രീതിയിലുള്ള ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് തന്നെ ലൈക്ക് കോമൺ ഹിസ്റ്റോറിക് മൂവ്മെന്റ്സും കോമൺ ഹിസ്റ്റോറിക് ഇൻഫ്ലുവൻസസും ഉള്ള Indian literatures ഉണ്ട്. Then despite differences there is a sense of unity among Indian literatures. ഒരുപാട് ഡിഫറൻസസ് ഈ ലിറ്ററേച്ചേഴ്സിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ കൂടെ അവരുടെ ഇടയിൽ ഒരു വലിയ യൂണിറ്റി ഉണ്ട്, റിഫ്ലെക്ടിങ് എ ഷെയർഡ് സ്പിരിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഡൈവേഴ്സ് ലാംഗ്വേജസ്. ഈ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജസിന്റെ ഇടയിൽ ഒരു ഷെയർഡ് സ്പിരിറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം ലിറ്ററേച്ചേഴ്സ് നിലകൊള്ളുന്നത്. Then during the 19th century and beyond, ഈ ഒരു 19th century സമയത്ത് Indian languages strengthened their cultural identities and contributed to the idea of modern India. ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി സ്ട്രെങ്തൻ ചെയ്ത സമയമാണ് ഈ ഒരു 19th സെഞ്ചുറി. അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യയുടെ ഐഡിയക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ലൈക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സമയത്താണ്. കൊളോണിയലിസം പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ പീരിയഡ് ഓഫ് ഇന്ത്യൻ ലിറ്റററി ഹിസ്റ്ററി. കൊളോണിയലിസം ഈ ഒരു ലൈക്ക് ഇന്ത്യൻ ലിറ്റററി ഹിസ്റ്ററിയിലെ ഈ ഒരു മോഡേൺ പീരീഡ് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വലിയ റോള് വഹിച്ച ഒരു പ്രോസസ്സ് കൂടിയാണ് കൊളോണിയലിസം. Then introduction of printing press. British and missionary presence in India led to the establishment of printing presses. Like ഇന്ത്യയിൽ പ്രിന്റിംഗ് പ്രസസ് കൊണ്ടുവരാൻ കാരണം ബ്രിട്ടീഷ് അതുപോലെ അവരുടെ മിഷനറി പ്രസൻസ് ഇന്ത്യയിൽ ഉണ്ടായത് കാരണമാണ്. മാർക്കിംഗ് ദ എൻഡ് ഓഫ് ദ ഇയർ ഓഫ് ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ്സ്. കൈകൊണ്ടുള്ള ഈ ഒരു കൈയെഴുത്ത് സംഭവം അവസാനിപ്പിച്ചത് ഈ ഒരു ബ്രിട്ടീഷ് വന്നതോടുകൂടെ ഈ ഒരു പ്രിന്റിംഗ് പ്രസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയാണ്. ദ പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ ദ 16th സെഞ്ചുറി. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് പോർച്ചുഗീസ് ആണ് 16ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് സെലംപോർ പ്രിന്റിംഗ് പ്രസ് ഇൻ ബംഗാൾ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1800 ദാറ്റ് റെവല്യൂഷനൈസ്ഡ് പ്രിന്റിംഗ് ഇൻ വാരിയസ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജസിൽ പ്രിന്റിംഗ് റെവല്യൂഷനൈസ് ചെയ്തത് ബംഗാളിൽ 1800 ലൈക്ക് വന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത സെരംപൂർ പ്രിന്റിംഗ് പ്രസ് ആയിരുന്നു. ലൈക്ക് ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് അല്ല, പിന്നീട് 1800 വന്ന പ്രിന്റിംഗ് പ്രസ് ആയിരുന്നു പ്രിന്റിംഗിൽ റവല്യൂഷനൈസേഷൻ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. Then printing presses aimed to assist missionaries but also contributed to the standardization of grammar, vocabulary and spelling in Indian languages. പ്രിന്റിംഗ് പ്രസസ് ലൈക്ക് എപ്പോഴും മിഷനറീസിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു എയിമോട് കൂടെ ആയിരുന്നു. പക്ഷേ ഗ്രാമർ ആയാലും വൊക്കാബുലറി ആയാലും ഇന്ത്യൻ ലാംഗ്വേജിലുള്ള സ്പെല്ലിംഗ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിന്റിംഗ് പ്രസസ് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു. Then the introduction of newspapers facilitated the development of modern prose and had significant social and political impact. ന്യൂസ് പേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടെ അത് ലൈക്ക് മോഡേൺ പ്രോസുകളും മറ്റുള്ള എല്ലാ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റുകൾക്കൊക്കെ വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരുത്താൻ, വലിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ് ഇൻട്രൊഡക്ഷൻ സംഭവിച്ചതോടുകൂടെ
വന്നു. Then the circulation of written literature created a divide between the elite and the illiterate masses as a reading public emerged. റിട്ടൺ ലിറ്ററേച്ചർ ഒക്കെ ലൈക്ക് എഴുതി വന്ന ലിറ്ററേച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തതോടുകൂടെ അത് ഈ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും അതുപോലെ തന്നെ വായിക്കാനും ഒന്നും അറിയാത്ത ഇല്ലിറ്ററേറ്റ് ആയിട്ട് ആൾക്കാരുടെ ഇടയിലും ഉള്ള ആ ഒരു ഡിവൈഡ് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് റീഡിംഗ് പബ്ലിക് എമേർജ് ചെയ്ത് വന്നു. Then English became the medium of education during this period. ഈ ഒരു സമയത്ത് എഡ്യൂക്കേഷന്റെ മീഡിയം ആയിട്ടും ഇംഗ്ലീഷ് മാറി. Coinciding with the establishment of major Indian universities and the events surrounding the first war of independence in 1857. 1857 സംഭവിച്ച ആദ്യത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഇവന്റ്സും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനൊക്കെ ഈ ഒരു ഇംഗ്ലീഷ് കാരണമായി. This period saw a re-evaluation of tradition, a focus on scientific and rational thinking, and the emergence of a new political consciousness influenced by colonization. ഈ ഒരു പീരിയഡ് ട്രഡീഷന് റീഇവാലുവേഷൻ ചെയ്യേണ്ട ആ ഒരു സാഹചര്യം വരുത്തി. അതുപോലെ തന്നെ സയന്റിഫിക് റാഷണൽ തിങ്കിങ്ങിലൊക്കെ ഒന്നുകൂടെ ഫോക്കസ് കണ്ടുവന്നു. അതുപോലെ തന്നെ പുതിയ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉയർന്നു വന്നു. ലൈക്ക് ഈ ഒരു കോളനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തതോടുകൂടെ ഈ ഒരു എല്ലാ സംഭവത്തിലും വലിയ വലിയ ഇൻഫ്ലുവൻസസും ചേഞ്ചസും വന്നു തുടങ്ങി. നെക്സ്റ്റ് വരുന്നത് ലാംഗ്വേജ് സിറ്റുവേഷൻ ആണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ റീപ്ലേസ്ഡ് അറബിക് ആൻഡ് പേർഷ്യൻ ആസ് ഡോമിനന്റ് ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡോമിനന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിരുന്നു അറബിക്കും പേർഷ്യനൊക്കെ. അത് ഇംഗ്ലീഷ് റീപ്ലേസ് ചെയ്തു. അഫക്റ്റിംഗ് ദെയർ പ്രസ്റ്റേജ് ഇൻ യൂസേജ്. ആ ഒരു യൂസേജും പ്രസ്റ്റേജും ഒക്കെ അഫക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് മുന്നോട്ട് വന്നു. Despite Sanskrit retaining its prestige, the 19th century saw the rise of modern Indian languages with rich literary cultures including Tamil, Assamese, Bengali, Gujarati, Hindi, Kannada, Marathi, Malayalam, Punjabi, Oriya, Telugu and Sindhi. ലൈക്ക് സാൻസ്ക്രിറ്റ് ആ ഒരു അതിന്റെ പ്രസ്റ്റൈജ് റിട്ടേൺ ചെയ്യുന്ന സമയം കൂടെ ആയിരുന്നു. ആൻഡ് ആ ഒരു 19th സെഞ്ചുറിയിൽ തന്നെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ ഒരു വലിയ കൾച്ചറോട് കൂടെ തന്നെ ഉയർന്നു വരുന്നത് കണ്ടു. അതിൽ പെട്ട ലാംഗ്വേജസ് ആണ് ഈ എല്ലാ ലാംഗ്വേജസും. തമിഴ്, അസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, മറാത്തി, മലയാളം, പഞ്ചാബി, ഒറിയ, തെലുങ്ക്, സിന്ധി ഒക്കെ ഉയർന്നു വന്നു. Then Urdu held a prominent position and bilingual writers often preferred literary languages like Urdu and Braj. ലൈക്ക് ഉറുദു പിന്നീട് ഒരു വലിയ പൊസിഷൻ നേടിയെടുക്കാൻ തുടങ്ങി. ബൈലിംഗൽ റൈറ്റേഴ്സ് ഒക്കെ ലിറ്റററി ലാംഗ്വേജസ് ആയിട്ട് എപ്പോഴും ഉറുദും ബ്രജും ഒക്കെ ലൈക്ക് റൈറ്റിംഗിന്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് തെരഞ്ഞെടുക്കാൻ തുടങ്ങി. Then English emerged as the language of power, prestige and aspiration due to its association with material affluence and success. ഇംഗ്ലീഷ് എപ്പോഴും ഒരു പവർ അല്ലെങ്കിൽ പ്രസ്റ്റൈജ് ആസ്പിറേഷന്റെ ഒക്കെ ഒരു ലാംഗ്വേജ് ആയിട്ട് മാറി. കാരണം ആ ഒരു ലാംഗ്വേജ് എപ്പോഴും അതിന്റെ മെറ്റീരിയൽ അഫ്ലുവൻസും സക്സസോട് കൂടെയുള്ള അസോസിയേഷനോട് കൂടി തന്നെയായിരുന്നു അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് പോളിസീസ് ഇനീഷ്യലി ഫേവേർഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ലേണിംഗ് local languages, but demands for English education grew, championed by figures like Raja Ram Mohan Roy. ബ്രിട്ടീഷ് പോളിസീസ് ഒക്കെ ആദ്യം അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ലൈക്ക് ലോക്കൽ ലാംഗ്വേജസ് പഠിക്കുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഫേവർ ചെയ്യുന്ന രീതിയിലായിരുന്നു. പക്ഷെ പിന്നീട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഡിമാൻഡ് ഉയർന്നു വന്നതോടുകൂടെ ലൈക്ക് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഡിമാൻഡ് ഉയർന്നു വന്നത് ഫിഗേഴ്സ് പോലെ രാജാറാം മോഹൻ റോയ് പോലുള്ള ഫിഗേഴ്സ് കാരണമായിരുന്നു. Lord T.B. Macaulay's Minute on Education in 1835 solidified English as a medium of instruction. Lord T.B. Macaulayയുടെ Minute on Education 1935 ഇംഗ്ലീഷ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് സോളിഡിഫൈ ചെയ്തു. ആൻഡ് ലീഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ലൈക്ക് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമായി. അതിനൊരു എക്സാമ്പിൾ ആണ് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട. Then English replaced Persian and influenced various Indian languages. ഇന്ത്യൻ പേർഷ്യനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റുള്ള ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങി. റീഷേപ്പിംഗ് ലിറ്റററി പവർ റിലേഷൻസ് ആൻഡ് allowing for the development of literatures in Indian languages in the 19th and early 20th century. ആദ്യത്തെ 19th അതുപോലെ early 20th സെഞ്ചുറിയിലൊക്കെ ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ലിറ്ററേച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിന് കാരണമാവുകയും അതുപോലെ പവർ റിലേഷൻസ് ലിറ്റററി പവർ റിലേഷൻസ് ഒക്കെ റീഷേപ്പ് ചെയ്യാനും ഇംഗ്ലീഷ് കാരണമായി. നെക്സ്റ്റ് വരുന്നത് പ്രോസ് ആൻഡ് ജേർണലിസം ആണ്. പ്രോസ് ഗെയിൻഡ് പ്രോമിനൻസ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻ ദ 19th century ഡ്യൂ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രിന്റിംഗ് പ്രസ്സസ് ആൻഡ് ഫോറിൻ ഇന്റർവെൻഷൻ. ഈ ഒരു ഫോറിൻ ഇന്റർവെൻഷനും പ്രിന്റിംഗ് പ്രസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ സംഭവിച്ചതോടുകൂടി 19th century ആയ സമയത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ പ്രോസ് ഭയങ്കര പ്രോമിനൻസ് നേടി വന്ന ടൈമായിരുന്നു. British colleges like the College of Fort William and College of Fort St. George produced grammars and readers in Indian languages, shaping prose styles. British colleges ആയ കോളേജ് ഓഫ് ഫോർട്ട് വില്യം അതുപോലെ കോളേജ് ഓഫ് ഫോർട്ട് സെന്റ് ജോർജ് ഒക്കെ
ഇന്ത്യൻ ലാംഗ്വേജിൽ ഗ്രാമറും റീഡേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു. അത് പ്രോസ് സ്റ്റൈലിനെ വലിയ രീതിയിൽ ഷേപ്പ് ചെയ്തു. Then Christian missionaries also contributed to prose writing. Prose writing വലിയ രീതിയിൽ Christian missionaries contribute ചെയ്തു, producing works in languages like Tamil and Malayalam. തമിഴ് മലയാളത്തിലൊക്കെ works produce ചെയ്ത് തുടങ്ങി. Then prose became widely in language education. Language education prose ഒരു വലിയ റോൾ വഹിച്ചു. Defensive of native religions against missionaries and social reform efforts. ഈ ഒരു social reform efforts അതുപോലെ തന്നെ നാറ്റീവ് ആയിട്ടുള്ള റിലീജിയൻസ് മിഷനറീസിനെതിരെയുള്ള നാറ്റീവ് ആയിട്ടുള്ള റിലീജിയൻസിന്റെ ഡിഫൻസിനൊക്കെ പുറമെ പ്രോസ് ഒരു വലിയ ലാംഗ്വേജ് എഡ്യൂക്കേഷനിൽ ഒരു വലിയ റോള് വഹിച്ചു. ദ റൈസ് ഓഫ് പ്രിന്റ് ജേർണലിസം ഫർദർ fueled the demand for prose. പ്രിന്റ് ജേർണലിസം വന്നതോടുകൂടി അത് പിന്നീട് പ്രോസിന്റെ ഡിമാൻഡ് കൂട്ടിക്കൊണ്ടേ നിന്നു, ലീഡിങ് ടു എക്സ്പെരിമെന്റേഷൻ വിത്ത് സ്റ്റൈൽസ് ബൈ റൈറ്റേഴ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്. ന്യൂസ് പേപ്പേഴ്സിലും ജേർണൽസിലും ഒക്കെ ഒരുപാട് സ്റ്റൈൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി റൈറ്റേഴ്സ്. അതുപോലെ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലോൺ വേർഡ്സ് ഫ്രം സാൻസ്ക്രിറ്റ്, പേർഷ്യൻ ആൻഡ് ഇംഗ്ലീഷ് along with innovations in syntax contributed the growth of prose. പ്രോസിന്റെ ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് ലോൺ വേർഡ്സ്, സാൻസ്ക്രിറ്റ്, പേർഷ്യൻ, ഇംഗ്ലീഷിൽ നിന്നുള്ള ലോൺ വേർഡ്സിന്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ സിന്റാക്സിന്റെ ഇന്നോവേഷൻസ് ഒക്കെ പ്രോസിനെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി. The emergence of prose played a crucial role in modernizing Indian literatures and languages. ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സും ലാംഗ്വേജസും മോഡേണൈസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രോസ് ഒരു വലിയ റോള് വഹിച്ചു. ഡ്രൈവൺ ബൈ ബോത്ത് കൊളോണിയൽ ഇന്റർവെൻഷൻ ആൻഡ് നാഷണാലിസ്റ്റ് സെന്റിമെന്റ്സ്. ലൈക്ക് കൊളോണിയൽ ഇന്റർവെൻഷന്റെ കാര്യത്തിലായാലും നാഷണാലിസ്റ്റ് സെന്റിമെന്റ്സിന്റെ കാര്യത്തിലായാലും ഈ ഒരു പ്രോസ് ഒരു വലിയ റോള് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സും ലാംഗ്വേജും മോഡേണൈസ് ചെയ്യുന്ന കാര്യത്തിൽ വഹിച്ചു. Then literatures till 1857. Indian English literature emerged as a result of English language dominance and Indian aspiration to engage in the language of power. Indian English literature ഉയർന്നു വന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡോമിനൻസിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ലാംഗ്വേജ് ഓഫ് പവറിൽ എൻഗേജ് ചെയ്യാനുള്ള ഇന്ത്യന്റെ ആസ്പിറേഷൻ കാരണവുമായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് ഉയർന്നു വരുന്നത്. Early Indian English poets like Henry Derozio and subsequent writers expressed patriotism and a sense of nationalism, envisioning an independent India. പണ്ടത്തെ കാലത്ത് ഇംഗ്ലീഷ് പോയറ്റ്സ് ആയ ഹെൻറി ഡെറോസിയോ അതുപോലുള്ള മറ്റൊരുപാട് സബ്സിക്വന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഒക്കെ പാട്രിയോട്ടിസം എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ സെൻസ് ഓഫ് നാഷണാലിസം ഒക്കെ ലൈക്ക് അവരുടെ തീംസ് ആയിട്ട് വന്നതോടുകൂടെ അതൊരു ഇൻഡിപെൻഡന്റ് ഇന്ത്യ എൻവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരെ ലൈക്ക് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. ദെൻ വർക്ക്സ് സച്ച് ആസ് ഡെറോസിയോ സോണറ്റ്സ് ഓൺ ഇന്ത്യ ആൻഡ് കൈലാസ് ചുന്ദർ ദത്ത് story, a journal of 48 hours of the year 1945, highlighted the desire for freedom and resistance against British rule. ഡെറോസിയോയുടെ സോണറ്റ്സ് ഓൺ ഇന്ത്യ അതുപോലെ കൈലാസ് ചുന്ദർ ദത്തിന്റെ എ ജേർണൽ ഓഫ് 48 ഹവേഴ്സ് ഓഫ് ദി ഇയർ 1945 ഒക്കെ ഈ ഒരു ബ്രിട്ടീഷ് റൂളിനെതിരെ റെസിസ്റ്റ് ചെയ്യാനും ഈ ഒരു ഫ്രീഡത്തിന് വേണ്ടിയുള്ള ഡിസയറിന് വേണ്ടിയിട്ട് പൊരുതാനും വേണ്ടിയിട്ട് അവരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇൻ കോൺട്രാസ്റ്റ് ഇതിനൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് most Indian literatures in the early 19th century remained rooted in traditional themes and forms. ഇന്ത്യയിലെ ലൈക്ക് ഏർലി 19th സെഞ്ചുറിയിലെ മോസ്റ്റ് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സും അതിന്റെ ട്രഡീഷണൽ തീംസും ഫോംസും കീപ്പ് ചെയ്തുകൊണ്ടിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ആയിരുന്നു. വിത്ത് ഉറുദു പോയട്രി particularly by poets like Mirza Ghalib dominating the period. ഉറുദു പോയട്രിയിലൊക്കെ ആ സമയത്ത് മിർസ ഗാലിബ് പോലുള്ള പോയിറ്റുകൾ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. Then the birth of the novel. The novel in India emerged in the mid-19th century, coinciding with the first war of Indian independence in 1857. 1857 സംഭവിച്ച ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഒരു mid-19th സെഞ്ചുറിയിലെ നോവലുകൾ ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വന്നത്. അലലാർ ഗരർ ദുലാൽ ബൈ പിയറി ചന്ദ് മിത്ര പബ്ലിഷ്ഡ് ഇൻ ബംഗാളി ഇൻ 1857. 1857 ബംഗാളിയിൽ പബ്ലിഷ് ചെയ്ത ലൈക്ക് പിയറി ചന്ദ് മിത്ര പബ്ലിഷ് ചെയ്ത അലലർ ഗരർ ദുലാല് ഈസ് കൺസിഡർഡ് ദ ഫസ്റ്റ് നോട്ടബിൾ ഇന്ത്യൻ നോവൽ. ഇന്ത്യയിലെ ആദ്യത്തെ നോവലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു നോവലാണ്. നോട്ടഡ് ഫോർ ഇറ്റ്സ് കണ്ടംപററി തീം ആൻഡ് വൈബ്രന്റ് പ്രോസ്. അതില് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കണ്ടംപററി തീമും വൈബ്രന്റ് ആയിട്ടുള്ള പ്രോസ് ഒക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. Then Bankim Chandra Chatterjee, known as the first of the novelists, ആദ്യത്തെ നോവലിസ്റ്റ് എന്നറിയപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി began his career with works in English but gained fame with Bengali novels like Durgas Nandini 1865 and Anandamath 1882, which popularized historical romances.
ഇംഗ്ലീഷിൽ നോവൽ എഴുതിക്കൊണ്ടിരുന്ന റൈറ്ററായ ബങ്കിം ചന്ദ്ര ചാറ്റർജി പ്രോമിനൻസ് നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ ബംഗാളി നോവൽസ് ആയ ഈ ദുർഗസ് നന്ദിനി 1865 അതുപോലെ ആനന്ദമത് 1882 ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ റൊമാൻസസ് പോപ്പുലറൈസ് ചെയ്ത നോവൽസ് കൂടെ ആയിരുന്നു. Then Rabindranath Tagore also made significant contributions to the novel genre. Novel genre ഒരു വലിയ contribution provide ചെയ്ത മറ്റൊരു writer ആണ് രവീന്ദ്രനാഥ് ടാഗോർ. Starting with works like both the Quranil Hat 1883 and Rajarshi 1887, which delved into the inner realm of the mind. ആൾക്കാരുടെ inner realm of the mind delve ചെയ്തപ്പെട്ട works ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു രണ്ട് works. The novel spread across various Indian languages after the First War of Independence. First War of Independence ശേഷം പല ഇന്ത്യൻ ലാംഗ്വേജിലും നോവൽസ് വലിയ രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു. വിത്ത് നോട്ടബിൾ എക്സാമ്പിൾസ് ലൈക്ക് യമുന പര്യതം ഇൻ മറാത്തി. മറാത്തിയിലെ യമുന പര്യതം 1857, അതുപോലെ മിറാത്തുൽ ഉറൂസ് ഉറുദു 1869 ആൻഡ് രംഗരാജ ചരിത്ര ഇൻ തെലുഗു 1872. Then significant first novels in other languages include പ്രതാപ മുതലിയാർ ചരിത്രം in Tamil 1879, Pariksha Guru in Hindi 1882, Indulekha in Malayalam 1889 and Bhanumati in Assamese 1890. ഇതൊക്കെയാണ് ആ സമയത്ത് ഫേമസ് ആയിട്ടുള്ള ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫസ്റ്റ് നോവൽസ്. Then the spread of the novel genre reflected social and cultural changes. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ കൾച്ചറൽ ചേഞ്ചസിനെ വലിയ രീതിയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നോവൽസ് ഒക്കെ. അഡ്രസ്സിംഗ് തീംസ് ലൈക്ക് കാസ്റ്റ് സിസ്റ്റം, കൊളോണിയൽ ഇമ്പാക്ട് ആൻഡ് സൊസൈറ്റൽ നോംസ്. കാസ്റ്റ് സിസ്റ്റം അതുപോലെ ആ സമയത്ത് കൊളോണിയൽ ഇമ്പാക്ട്, ആ സമയത്ത് സൊസൈറ്റിയിലെ നോംസ് ഒക്കെ ഇതിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ടായിരുന്നു. വൈൽ എംബ്രേസിംഗ് വാരിയസ് നെറേറ്റീവ് സ്റ്റൈൽസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇൻഫ്ലുവൻസ്. പല രീതിയിലുള്ള നെറേറ്റീവ് സ്റ്റൈൽസ് പല രീതിയിലുള്ള ലിംഗ്വിസ്റ്റിക് ഇൻഫ്ലുവൻസസും ഇവരെ എംബ്രേസ് ചെയ്യുന്നു ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ബാക്കി ഈ 19th സെഞ്ചുറിയിൽ തന്നെ രണ്ട് ടോപ്പിക്കും കൂടെ പറയാനുണ്ട് ആൻഡ് 20th സെഞ്ചുറി ഡിസ്കസ് ചെയ്യാണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ലൈക്ക് പാർട്ട് 2 വീഡിയോയിൽ പറയാം. So yeah, that's all about today. Okay, bye.